നിയമവിരുദ്ധ പ്രവർത്തികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ റദ്ദാക്കേണ്ടി വരുമെന്ന് സുപ്രീം കോടതി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനീക ഓൺലൈൻ മോജ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമവിരുദ്ധ പ്രവർത്തികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതമാകുന്ന ഒരു സംഭവവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മാണം പൂർത്തീകരിച്ചതും ആരംഭിക്കുന്നതുമായ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ റദ്ദാക്കേണ്ടി വരുമെന്ന് സുപ്രീം കോടതി. അതേസമയം ആധാർ പൗരത്വത്തിന്റെ ആധികാരിക രേഖയായി കണക്കാക്കാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദവും കോടതി വാക്കാൽ ശരിവെച്ചു. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ച് ബീഹാറിലും ക്രിസ്ത്യൻ ആരാധനാലയത്തിന് നേർക്ക് ആക്രമണം. ബീഹാറിലെ കതിഹാർ ജില്ലയിൽ ഈ മാസം 10-നാണ് ആക്രമണം നടന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ പാസ്റ്ററെ വീട്ടിൽ കയറി മർദ്ദിക്കുകയായിരുന്നു. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കായി 40ഓളം ആളുകൾ പാസ്റ്ററുടെ വീട്ടിൽ ഒത്തുകൂടിയ സമയത്തായിരുന്നു ആക്രമണം. ഈ സമയം 30ഓളം ബജ്രംഗ് ദൾ പ്രവർത്തകർ ആയുധവുമായി എത്തി ആക്രമണം നടത്തുകയായിരുന്നുവെന്നും ഇരുമ്പുവടികളും പിസ്റ്റളുകളും ആക്രമണം നടത്തിയവരുടെ പക്കൽ ഉണ്ടായിരുന്നെന്നും പാസ്റ്റർ പറഞ്ഞു. സംഭവത്തിൽ സഹായക് പോലീസ് സ്റ്റേഷനിൽ പാസ്റ്റർ പരാതി നൽകിയിട്ടുണ്ട്. ആക്രമണത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രാദേശിക ബജ്രംഗ് ദൾ പ്രസിഡന്റ് പവൻ പോദാറും ഉൾപ്പെടുന്നു. സ്കൂളുകളിലെ ആഘോഷ ദിനങ്ങളിൽ കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കുഞ്ഞുങ്ങൾ വർണ്ണ പൂമ്പാറ്റകളായി പറന്നു രസിക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ജീവപര്യന്തം തടവിന് വിധിച്ച കുറ്റവാളികൾ നിശ്ചിതകാലം തടവ് പൂർത്തിയാക്കിയാൽ മോചിപ്പിക്കണമെന്ന് സുപ്രീം കോടതി. 2002-ലെ നിതീഷ് ഖഡാര കൊലക്കേസിലെ പ്രതിയുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് നിർണായക വിധി. ഖഡാര കൊലപാതക കേസിലെ തടവുകാരൻ സുഖ്ദേവ് പെഹൽവാൻ 20 വർഷം തടവ് ശിക്ഷ അനുഭവിച്ച സാഹചര്യത്തിൽ മോചിതനാകണമെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. തടവ് ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും ജയിലിൽ തുടരുന്നവരുടെ കാര്യത്തിൽ കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. ഈ ചിന്താഗതി തുടരുകയാണെങ്കിൽ എല്ലാ കുറ്റവാളികളും ജയിലിൽ തന്നെ മരിക്കേണ്ടി വരുമെന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ BV നാഗരത്ന, KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് പരാമർശിച്ചു. ആധാർ, പാൻ കാർഡ്, വോട്ടർ ID എന്നിവയുണ്ടെങ്കിൽ ഒരാൾ ഇന്ത്യൻ പൗരനാകില്ലെന്ന് ബോംബെ ഹൈക്കോടതി. 1955-ലെ പൗരത്വ നിയമമാണ് ഇന്ത്യയിലെ പൗരന്മാരെ നിർണ്ണയിക്കുന്നതെന്നും രാജ്യത്തെ പൗരത്വം എങ്ങനെ നേടാമെന്ന് തീരുമാനിക്കുന്നതും. ആധാർ, പാൻ കാർഡ്, വോട്ടർ ID എന്നിവ തിരിച്ചറിയലിനുള്ള രേഖയാണ്, പൗരത്വത്തിനുള്ളതല്ലെന്നും ബോംബെ ഹൈക്കോടതി പറഞ്ഞു. ആലപ്പുഴ ചാരുമൂട് നൂറിനാട് ഭാര്യയെ മർദ്ദിച്ച് ബോധം കെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിക്കൊന്ന കേസിൽ ഭർത്താവിനും കാമുകിക്കും ജീവപര്യന്തം തടവും 50,000 രൂപ വീതവും പിഴയും. പത്തനംതിട്ട ചിറ്റാർ സിദ്ധത്തോട് പുത്തൻവിളയിൽ പരേതനായ കരുണാകരന്റെയും തങ്കമ്മയുടെയും മകൾ അമ്പിളി കൊല്ലപ്പെട്ട കേസിലാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചത്. ഒന്നാം പ്രതിയും അമ്പിളിയുടെ ഭർത്താവുമായ പാലമേൽ മറ്റപ്പള്ളി ഉളവക്കാട് ആദർശ് ഭവനിൽ സുനിൽകുമാർ, ഇയാളുടെ കാമുകിയും രണ്ടാം പ്രതിയുമായ പാലമേൽ മറ്റപ്പള്ളി ഉളവക്കാട്ട് ശ്രീരാഗ് ഭവനിൽ ശ്രീലത എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന വോട്ടർ പട്ടിക പുതുക്കലിൽ പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ പ്രതിഷേധം തുടരുന്നു. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 124 വയസ്സുകാരി മിതാദേവി ചിത്രം പതിച്ച ടീഷർട്ടുകൾ ധരിച്ച എംപിമാർ പാർലമെന്റ് പരിസരത്ത് പ്രതിഷേധിച്ചു. 124 വയസ്സുള്ള ആദ്യ വോട്ടറെന്നും ടീഷർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. വോട്ടർ പട്ടികയിലെ ഇത്തരം ഗുരുതരമായ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ബീഹാറിലെ പ്രത്യേക തീവ്ര പുനരവലോകന നടപടികൾ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ പഴയ വാഹന നിരോധനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. ഡൽഹിയിൽ 10 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളുടെയും 15 വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളുടെയും ഉടമകൾക്കെതിരെ നിർബന്ധിത നടപടി സ്വീകരിക്കരുതെന്ന് ചൊവ്വാഴ്ച കോടതി ഉത്തരവിട്ടു. കേസ് വീണ്ടും 4 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് R. ഗവായ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു. ജൂലൈയിൽ മുഖ്യമന്ത്രി രേഖ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പഴയ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല എന്ന ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. എന്നാൽ പൊതുജനങ്ങളുടെ എതിർപ്പ് കാരണം നയം പ്രഖ്യാപിച്ച് 2 ദിവസത്തിനുള്ളിൽ താൽക്കാലികമായി പിൻവലിച്ചു. അധിക തീരുവ ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ചൈനയ്ക്ക് 90 ദിവസത്തെ സാവകാശം അനുവദിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. കരാറിന്റെ മറ്റെല്ലാ ഘടകങ്ങളും അതേപടി തുടരുമെന്നും
ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഓഗസ്റ്റ് 12 മുതൽ 90 ദിവസത്തേക്കാണ് താരിഫ് ഒഴിവാക്കിയത്. US ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ 24% അധിക തീരുവ താൽക്കാലികമായി ഒഴിവാക്കിയതായി ചൈനയും അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവയിലൂടെയാണ് ചൈനയുടെ പ്രതികരണം. അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ജനയുഗ ഓൺലൈൻ മോജനസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.